ഹലോ, എന്തു ഭംഗിയാണല്ലേ ഈ ആലപ്പുഴ കാണാൻ. ഇതിനു മുമ്പ് 2 തവണ ആലപ്പുഴ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയിൽ ആലപ്പുഴ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഇത്തവണ സ്റ്റേ ചെയ്യുന്ന ഈ റിസോർട്ടാണ്. നമ്മൾ ഇപ്രാവശ്യം ഫാമിലിയായിട്ട് സ്റ്റേ ചെയ്യാൻ വന്നിരിക്കുന്നത് പുന്നമട റിസോർട്ടിലാണ്. വേമ്പനാട് കായലിൻ്റെ തീരത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഒരു ഹെറിറ്റേജ് തീമിലാണ് ഈ റിസോർട്ട് മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചെക്കിൻ ചെയ്തൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഇതിലും നല്ല സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രോപ്പർട്ടിയുടെ ഏത് കോർണറിൽ നോക്കിയാലും ഒരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ചൂള. ഡിന്നർ അവിടെ നിന്നായിരുന്നു. അത്യാവശ്യം ടേസ്റ്റൊക്കെയുള്ള ഫുഡാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ധാരാളം ഐറ്റംസും ഡിസേർട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പുലർച്ചെ ഒരു 6:30 എടുത്ത വീഡിയോ ആണ്. ഈ സമയത്ത് പോലും ധാരാളം ഹൗസ് ബോട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 10 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. വെഡ്ഡിങ്, റിസപ്ഷൻ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ് ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കൂടി ചെറിയ കൈത്തോടുകളൊക്കെ പോകുന്നുണ്ട്. അതിൽ നമുക്ക് ധാരാളം കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. സ്പോട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഫിഷ് ചെയ്യാനും സാധിക്കും. ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ റിസപ്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ അവർ ചൂണ്ടയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അഡൾട്ട്സിനും കിഡ്സിനും സെപ്പറേറ്റ് പൂളുണ്ട്. വൈകുന്നേരം ഒരു 7 മണി വരെയൊക്കെ ലൈഫ് ഗാർഡിൻ്റെ സേവനവും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇന്നലെ വൈകുന്നേരം അത്യാവശ്യം നല്ല ഇടിയും മഴയൊക്കെ ആയത് കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി നേരമൊന്നും പൂളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയില്ല. അതുപോലെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഗാലറി നിറയും. കാരണം എങ്ങോട്ട് തിരിച്ചാലും അത്രയും നല്ല ഫ്രെയിം ആയിരിക്കും. ധാരാളം ആക്ടിവിറ്റീസ് റിസോർട്ടിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലതാണ് ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, പിന്നെ ഹൗസ് ബോട്ട് റൈഡ്, ഷിക്കാര ബോട്ട് റൈഡ്, യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഒരു കപ്പ് ചായയായിട്ട് ഈ കായൽ തീരത്ത് ഇങ്ങനെ വന്നിരുന്നാൽ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ്. കായൽ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു 9 മണിക്ക് മുമ്പായിട്ട് വന്നിരിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല വെയിലാണ്. വൈകുന്നേരങ്ങളിൽ കൊതുക് ശല്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു 5:30 മുമ്പായിട്ട് വന്നിരിക്കാൻ ശ്രമിക്കുക. ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷനും നമുക്ക് ഈ സ്റ്റേയിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. ആയുർവേദിക് മസാജൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു അബദ്ധം പറ്റിയെന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഈ റിസോർട്ടിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തു. പക്ഷേ റൂം ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. ചെക്കൗട്ടൊക്കെ ചെയ്ത് ഒരു 1.5 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷമാണ് ചിന്തിച്ചത്, അയ്യോ റൂമിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ലല്ലോ എന്നുള്ളത്. ഞങ്ങൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി ഗാർഡൻ വില്ലയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. അതും നല്ല ഹെറിറ്റേജ് തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ ബാത്റൂം കോൺസെപ്റ്റിലാണ് ബാത്റൂമൊക്കെ ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ വരെയാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.